ആയുർ പ്രകാശ് വൈദ്യശാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് കൊടകപ്പാലരി. അതായത് ഇതാണ് കൊടകപ്പാലരി. അപ്പോൾ നമ്മൾ ഈ കൊടകപ്പാലരി കിട്ടാതെ വരുമ്പോൾ ആൾക്കാർ ദന്തപാലേമ, അതായത് ദന്തപാല, അതായത് ഇതാണ് ദന്തപാല. ഇത് കണ്ടില്ലേ, ഇതാണ് കൊടകപ്പാല, ഇതാണ് കൊടകപ്പാല, ഇത് ദന്തപാല. ഇതിലും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഞാണ്ട് കിടക്കുന്ന പോലെ ദന്തപാലയം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കൊടകപ്പാല കിട്ടാതെ വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ദന്തപാലരിയാണ്. അപ്പോൾ നിങ്ങൾ ഏവർക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൊടകപ്പാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മണിമരുത് പോലെയാണ് നിൽക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം. പാല എന്ന പേര് വരുമ്പോൾ ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ചിറമുണ്ട്. ഈ ചിറം നമുക്ക് കാണിച്ചില്ല. ഇതിൽ പുളിയുറുമ്പുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിൽ കാണിച്ചില്ല. ഇങ്ങനെ ചിറം ഉണ്ടാവും, കണ്ടില്ലേ? ഇതിലിങ്ങനെ പാലുണ്ടാവും. ഇതാണ് കൊടകപ്പാല എന്ന പേര് വരാൻ കാരണം. അപ്പോൾ കൊടകപ്പാലയുടെ അരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അനേകം രോഗങ്ങൾക്ക്, സ്കിൻ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ ബോഡി ചുരുങ്ങാൻ കൊടകപ്പാലരി കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 11 കൊടകപ്പാലരി ചതച്ചിട്ട് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നിങ്ങൾ കഷായം വെച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയറ് കുറയാനും സ്കിൻ സംബന്ധമായ ഡിസീസ് കുറയാനും അനേക വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ അനേകം മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കൊടകപ്പാലരി. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇന്ന് അന്യമറ്റ് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലുള്ള കൊടകപ്പാലരിയൊക്കെ നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ദന്തപാലയാണെന്ന് കൊടകപ്പാല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ വൈദ്യശാലയിലൊക്കെ കിട്ടണം. ഞാൻ കാണിച്ചെന്നില്ല, ദന്തപാല എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള ദന്തപാല. അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ കൊടകപ്പാലരി ഇങ്ങനെ ഇരിക്കും. ഇതിലാണ് അറകളിൽ ഇങ്ങനെ അരികളുണ്ടാവും മൂക്കുമ്പോൾ. ഇത് അപ്പൂപ്പൻ താടി പോലെ പറന്ന് നടക്കും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് കളയാതിരിക്കുക. അപ്പോൾ തൈറോയിഡ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ശരീരം ചുരുങ്ങാനായിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുക. നെല്ല് പോലെ അല്പം വലുതായിരിക്കും, പക്ഷെ നെൽമണി പോലെ മാത്രമാണ്, നെൽമണീനേക്കാളും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ഇതൊക്കെ കളയാതിരിക്കുക. ഇത് മലയോര പ്രദേശങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. നന്ദി, നമസ്കാരം. വീണ്ടും